ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്സ് വിത്ത് ഗോപിക. ഇന്നത്തെ സെഷനിൽ നമ്മൾ ചെറിയ ഒരു ഗ്രാമർ പോർഷനാണ് കവർ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷെ ചിലരെല്ലാം തെറ്റിക്കുന്ന ഒരു പോർഷനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാനൊരു മലയാളം സെന്റൻസ് പറയാം. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് എങ്ങനെയാണ് അത് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യണം. ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ, അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സെന്റൻസ് എന്ന് പറയുന്നത് അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് കോമൺ ആയിട്ട് ചിലർ വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ എന്ന് ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആ ഒരു ടോണിൽ ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറും നമ്മുടെ മലയാളികളുടെ ഇടയിൽ, അല്ലെ? പക്ഷെ ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെ ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുക? ഇങ്ങനെയാണ് യൂസ് ചെയ്ത് കണ്ടിട്ടുള്ളത്. ഡിഡ് ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ, ഡിഡ് ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ. അതായത് ഇന്നലത്തെ കാര്യമാണല്ലോ, അതുകൊണ്ട് തന്നെ ഹാഡ് എന്നുള്ളത് അവിടെ യൂസ് ചെയ്യും. ആക്ച്വലി ഇത് കറക്റ്റ് അല്ല. ഓക്കെ, ഡിഡ് ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ എന്നൊരിക്കലും നമ്മൾ പറയില്ല. പിന്നെ വേറെ ചിലർ യൂസ് ചെയ്യും, ഹീയുടെ കൂടെ എപ്പോഴും നമ്മൾ ഹാസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിഡ് ഹി ഹാസ് ക്ലാസ് യെസ്റ്റർഡേ എന്ന് പറയുന്നവരുണ്ട്. ഓക്കെ, അതും ആക്ച്വലി തെറ്റാണ്. ഡിഡ് ഹി ഹാസും നമ്മളവിടെ യൂസ് ചെയ്യില്ല. സിമ്പിളായിട്ട് നമുക്ക് പറയുന്ന അതിന്റെ കറക്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ഡിഡ് ഹി ഹാവ് ക്ലാസ് യെസ്റ്റർഡേ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞൊരു കാര്യമാണല്ലോ, അവിടെ പിന്നെയും ഹാഡ് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ സിമ്പിളായിട്ട് ഹാവ് എന്ന് യൂസ് ചെയ്താൽ മതി. ഡിഡ് ഹി ഹാവ് ക്ലാസ് യെസ്റ്റർഡേ എന്നുള്ള രീതിയിൽ ചോദിക്കാം, അതാണ് കറക്റ്റ്. അപ്പൊ നമുക്ക് വേറൊരു സെന്റൻസ് നോക്കാം ഇതേ രീതിയിൽ. അതായത് നിനക്ക് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നോ? എങ്ങനെയാ നമ്മൾ ചോദിക്കുക? നിനക്ക് ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നോ? സിമ്പിൾ ആണ്. ഡിഡ് യു ഹാവ് മീറ്റിംഗ് യെസ്റ്റർഡേ, ഡിഡ് യു ഹാവ് മീറ്റിംഗ് യെസ്റ്റർഡേ. ഓക്കെ, അവൾക്ക് ഇന്നലെ ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നോ? എങ്ങനെ ചോദിക്കാം? ഡിഡ് ഷീ ഹാവ് ഡാൻസ് ക്ലാസ് യെസ്റ്റർഡേ, ഡിഡ് ഷീ ഹാവ് ഡാൻസ് ക്ലാസ് യെസ്റ്റർഡേ. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിന് നമ്മൾ എപ്പോഴും ഡിഡ് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും പാസ്റ്റ് ഫോം അല്ല പ്രസന്റ് ഫോം തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ ടോപ്പിക് ഇസ് ക്ലിയർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. So let's wind up this class. Thank you.